ഒരു കൃത്യമായ ഇടവേളകളിൽ മാധ്യമങ്ങളിൽ ചർച്ചയ്ക്ക് വരുന്ന ഒരു വിഷയമാണ് നടൻ ബാലയെക്കുറിച്ച്. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് കുറച്ച് കുറവുണ്ടായിരുന്നു അതിന്. പക്ഷേ ഇപ്പോൾ ബാലയുടെ മുൻ ഭാര്യ ഡോക്ടർ എലിസബത്തിനെ നമ്മൾ അവസാനമായിട്ട് കാണുന്നതും അറിയുന്നതും അഹമ്മദാബാദ് വിമാന അപകടം നടന്നപ്പോൾ ആ വിമാനം പറന്നിറങ്ങിയ ആ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുകയാണ് ഡോക്ടർ എലിസബത്ത്. പക്ഷേ വിഷയം ഇപ്പോൾ അതൊന്നുമല്ല, ബാലയുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ്. എലിസബത്ത് കഴിഞ്ഞ ദിവസം ഓവർഡോസ് മരുന്നുകൾ കഴിച്ചിട്ട് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നൊരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. എലിസബത്ത് തന്നെയാണ് ആ വാർത്ത വീഡിയോ ആയിട്ട് പുറത്തു വിട്ടതും. അതിൻ്റെ പ്രധാന കാരണം ബാല നൽകിയ മാനസിക സംഘർഷങ്ങളാണ് എന്നതാണ് വിവരം. അതിൻ്റെ കൂടുതൽ വിശദാംശം എന്താണ് പ്രിയ? അതായത് ഇതിൽ പൂർണ്ണമായിട്ടും ബാലയെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ഈ വീഡിയോയിൽ എലിസബത്ത് സംസാരിക്കുന്നത്. താൻ മരിച്ചാൽ അതിന് ഉത്തരവാദി ബാലയാണ് എന്നുള്ളതാണ്. പരാതികൾ നൽകിയിട്ടൊന്നും ഫലം ഉണ്ടായില്ല, അയാൾ ഒരുപാട് ഉപദ്രവിച്ചു എന്നൊക്കെയാണ് നടനെതിരെ ഈ എലിസബത്ത് ഉദയൻ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. മൂക്കിൽ ട്യൂബ് ഘടിപ്പിച്ച് ആശുപത്രി കിടക്കയിൽ കിടന്നുകൊണ്ട് അവശ നിലയിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത്തിരി അത്യാവശ്യം പ്രശ്നമുള്ള ഒരു കണ്ടീഷനിൽ തന്നെയാണ് എലിസബത്ത് ഉള്ളത് എന്നാണ് പറയുന്നത്. അവർക്ക് ഈ നിലയിൽ വീഡിയോ പങ്കുവയ്ക്കേണ്ടി വരുന്നതിൽ ദുഃഖമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. താൻ മരിച്ചു കഴിഞ്ഞാൽ തനിക്ക് നീതി ലഭിക്കുമെന്ന് കരുതുന്നില്ല എന്നും ഇങ്ങനെ മരിച്ചു പോവുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ബാലയാണെന്നും അവർ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെന്നും എലിസബത്ത് ഉദയൻ പറയുന്നുണ്ട്. ആശുപത്രി കിടക്കയിലെങ്കിലും തനിക്ക് എന്ത് പറ്റിയെന്നോ ഏത് ആശുപത്രിയിലാണെന്നോ എലിസബത്ത് ഉദയൻ വ്യക്തമാക്കിയിട്ടില്ല. മരിക്കുന്നതിന് മുൻപെങ്കിലും എനിക്ക് നീതി കിട്ടുമോ എന്ന തലക്കെട്ടോടുകൂടിയാണ് എലിസബത്ത് ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. അതിനകത്ത് ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ അവസ്ഥയിൽ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. എനിക്ക് പല കാര്യങ്ങളും സഹിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നിങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കൂ, പണം വലിച്ചെടുക്കുന്ന കുളയട്ട എന്നൊക്കെ പറഞ്ഞ് പല ഭീഷണി വീഡിയോകളും ചെയ്തും കൗണ്ടർ കേസുകൾ നൽകിയും അവർ എന്നെ തളർത്തി. എന്നെ വിവാഹം കഴിച്ചിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. ആളുകളുടെ മുന്നിൽ വെച്ച് ഭാര്യയാണ് എന്ന് പറഞ്ഞതും റിസപ്ഷനും അഭിമുഖങ്ങളും നടത്തിയതുമൊക്കെ എന്തിനാണെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ മരിക്കുകയാണെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി ആ വ്യക്തിയാണ്. ഞാൻ മുഖ്യമന്ത്രിക്കും പോലീസിനുമൊക്കെ പരാതി കൊടുത്തിരുന്നു. പക്ഷേ ആരും എൻ്റെ പരാതി കാര്യമാക്കിയില്ല. ഒരു തവണ വീട്ടിൽ വന്ന് അന്വേഷിച്ചിരുന്നു. ഇപ്പോൾ അതിൻ്റെ അവസ്ഥ അറിയില്ല. കോടതിയിൽ കേസ് നടക്കുന്നുണ്ട്. കുറേ തവണ പ്രതിയും വക്കീലും കോടതിയിൽ വന്നില്ല. ഒടുവിലത്തെ തവണ വക്കീൽ കോടതിയിൽ വന്നപ്പോൾ അയാൾക്ക് തീരെ പണമില്ലാത്ത ആളാണെന്നാണ് കൗണ്ടർ പെറ്റീഷൻ കൊടുത്തിരിക്കുന്നത്. 250 കോടി ഉണ്ട് എന്ന് പറയുന്ന ആളാണ്. സ്ത്രീകൾ കേസ് കൊടുത്താൽ സ്ത്രീകൾക്ക് പ്രാധാന്യം കിട്ടുമെന്നൊക്കെ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ സോഷ്യൽ മീഡിയയിൽ എല്ലാം വിളിച്ചു പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു, കോടതിയിൽ കേസ് കൊടുത്തു. എനിക്ക് പക്ഷേ നീതി കിട്ടിയില്ല. ഞാനിപ്പോൾ ആശുപത്രിയിലാണ് കിടക്കുന്നത്. സംശയമുണ്ടെങ്കിൽ ടെസ്റ്റുകളും സ്റ്റേറ്റ്മെൻറ്റുകളും എല്ലാം പരിശോധിച്ചു നോക്കാം. ഞാൻ മരിക്കുകയാണെങ്കിൽ ഈ ഒരാൾ എന്നെ ചതിച്ചത് കാരണമാണ്. അയാൾ എന്നെ ശാരീരികമായി ഉപദ്രവിച്ചു, മാധ്യമങ്ങളിൽ അപകീർത്തിപ്പെടുത്തി. അയാൾ മാത്രമല്ല, അയാളുടെ കുടുംബം മുഴുവനും. എങ്ങനെയെങ്കിലും നീതി ലഭിക്കുമെങ്കിൽ ലഭിക്കട്ടെ എന്ന് കരുതിയതാണ്. എല്ലാവരും പറയും പെൺകുട്ടികൾക്ക് നീതി ലഭിക്കുമെന്ന്. പക്ഷേ നീതി ലഭിക്കുന്നത് കാശുള്ളവനും വലിയവനുമാണെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഇത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് എനിക്ക് എന്താകുമെന്നറിയില്ല. ഞാൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയില്ല, ജീവിച്ചിരിക്കുമോ എന്ന് പോലും അറിയില്ല. ഇതൊക്കെ എല്ലാവരോടും പറയണമെന്ന് തോന്നി. പറയാതെ മരിച്ചു പോയാൽ അതിൽ കാര്യമില്ലല്ലോ. എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് എല്ലാം അടങ്ങണം. ഇവിടെ പരാതി കൊടുക്കാൻ നോക്കിയപ്പോഴും എന്തൊക്കെയോ തടസ്സങ്ങൾ പറയുന്നുണ്ട്. ഒരു സ്ത്രീക്ക് നീതി കിട്ടാൻ ഇത്ര പാടാണോ എന്നറിയില്ല. നിങ്ങൾ പറ, അതൊരു കല്യാണമായി നടത്തിയതല്ലേ? ഇൻവിറ്റേഷൻ കാർഡ് വരെ അടിച്ചതാണ്. ഭാര്യ എന്ന് പറഞ്ഞുകൊണ്ട് നടന്നു. ഇത് പറ്റിക്കലല്ലേ? അതിന് കേസ് കൊടുക്കേണ്ടതല്ലേ? ഇനി എന്ത് സംഭവിക്കുമെന്നറിയില്ല. എനിക്ക് ഭയങ്കരമായി വിഷമമാകുന്നു. ഇപ്പോൾ ഇതെല്ലാം പറയണമെന്ന് തോന്നി. 2 പേർക്കും ഓർഡർ വന്നിട്ടുണ്ട്. ഇരുവരുടെയും കാര്യത്തിൽ ഇടപെടാൻ പാടില്ല, വീഡിയോ ഇടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ്. എന്നിട്ടും അയാൾ പങ്കുവെച്ച അവസാനത്തെ വീഡിയോ എന്നെ ഭീഷണിപ്പെടുത്തുന്നു. പല പേരുകൾ പറഞ്ഞ് പോസ്റ്റ് ചെയ്യും. അത് ഡോക്ടറെ അല്ലേ ഉദ്ദേശിച്ചതെന്നൊക്കെ പോലീസിനോട് പറയാം. പക്ഷേ പോലീസ് കേസെടുക്കുന്നില്ല. ഞാൻ ഇത്രയും ഒന്നും പ്രതീക്ഷിച്ചില്ല. ഞാൻ നീതിക്ക് വേണ്ടി പരമാവധി പോരാടി. ഇതോടുകൂടി എല്ലാം അവസാനിക്കുമോ എന്നറിയില്ല. മാസത്തിൽ 2 തവണ വക്കീലിന് പണം കൊടുത്ത് കേസിന് ഹാജരായി. എനിക്ക് മതിയായി. കേസ് കൊടുത്തത് അബദ്ധമായി പോയെന്ന് ഇപ്പോൾ തോന്നുന്നു. ഇത്രയൊക്കെ ഒരു പെണ്ണ് കരഞ്ഞു പറഞ്ഞിട്ട് നിങ്ങൾക്കൊന്നും ചെവിക്കൊള്ളാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ മരിച്ചാൽ ഇവിടുത്തെ സിസ്റ്റം മാറുമോ എന്ന് നോക്കാം. പല തെളിവുകളും തുറന്നു പറഞ്ഞു. കേസ് കൊടുത്തിട്ട് ഒന്നും സംഭവിച്ചില്ല. എനിക്ക് ഇതുവരെ സ്നേഹവും പിന്തുണയും തന്ന എല്ലാവരോടും നന്ദിയുണ്ട്. ഇതാണ് പറയുന്നത്. അതായത് ബാല ഇവരെ ഒരുപാട് ഉപദ്രവിച്ചു എന്ന് പറയുന്നു.
ഇവരെ കുറ്റപ്പെടുത്തി എന്ന് പറയുന്നു, ഇവരെ സാമ്പത്തികമായി ചൂഷണം ചെയ്തു എന്ന് പറയുന്നു, എന്നിട്ട് ഇവരെ ഒഴിവാക്കി എന്ന് പറയുന്നു, എന്നിട്ട് അയാളുടെ മുറപ്പെണ്ണിനെ അയാൾ കല്യാണം കഴിച്ചതായിട്ട് ഇവർ ആരോപണം ഉന്നയിക്കുന്നു. ഇവർ പലതരത്തിൽ കേസ് കൊടുത്തിട്ടൊന്നും നീതി ലഭിക്കുന്നില്ല. ഒരുപാട് ആൾക്കാർക്ക് പരാതി കൊടുത്തു, മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് പരാതി കൊടുത്തു. ഇപ്പോൾ ഏതോ ഹോസ്പിറ്റലിൽ ഈ പറയുന്ന ഓവർഡോസ് മെഡിസിൻ കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച് ഗുരുതരാവസ്ഥയിൽ കിടക്കുകയാണെന്നും അവിടെ കിടന്നാണ് ഈ വീഡിയോ ചെയ്യുന്നതെന്നും ഒക്കെ പറയുന്നുണ്ട്. ടെസ്റ്റുകളുടെ റിസൾട്ടുകളൊക്കെ കാണിച്ചു തരാൻ വേണമെങ്കിൽ എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഈ അവസ്ഥയിലേക്കൊക്കെ ഒരു ബന്ധം ടോക്സിക്കായി മാറി പ്രശ്നങ്ങളിലേക്ക് എത്തി, ഇരുവരും തമ്മിൽ വലിയ പ്രശ്നങ്ങളുണ്ടായി എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമാണ്. രണ്ടുപേരും തമ്മിൽ ഒന്നിച്ചു, അവർ ലീഗലി ആണോ കല്യാണം കഴിച്ചതെന്ന് അറിയില്ല, ഭാര്യ എന്ന് പറഞ്ഞു റിസപ്ഷൻ നടത്തി ഇൻവിറ്റേഷൻ അടിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെ കല്യാണം കഴിച്ചാലും ശരി തന്നെ ലീഗലി കല്യാണം കഴിച്ചില്ലെങ്കിൽ കല്യാണത്തിൻ്റെ വാലിഡിറ്റി കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ എലിസബത്തിനെ ഒഴിവാക്കി എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം, ഈ ഇവർ പറയുന്ന മനസ്സിലാകുന്ന കാര്യങ്ങളിൽ നിന്ന്. അപ്പോൾ ബാലയുമായിട്ട് ഇവർ പ്രശ്നമുണ്ടായതിന് ശേഷമാണ് ഇവർ തമ്മിൽ വേർപിരിയുന്നത്. വേർപിരിഞ്ഞതിന് ശേഷം ഇപ്പോൾ ബാലയ്ക്കെതിരെ അവർ തിരിഞ്ഞിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ബാലയുടെ കല്യാണത്തിൻ്റെ സമയത്തൊന്നും ഒരു പ്രശ്നം ഉണ്ടാക്കിയതായിട്ട് അറിയില്ല. അല്ല, ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരങ്ങനെ വലിയ പ്രശ്നക്കാരിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ബാല ഈ ഓരോ ഘട്ടങ്ങളിൽ അവർക്കെതിരെ ഓരോ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ മാത്രമാണ് അവർ തിരിച്ച് ഒരു വീഡിയോ ചെയ്ത് കണ്ടിരുന്നത്. പക്ഷേ ഇവർ തമ്മിൽ ലീഗലി കേസ് നടക്കുന്നുണ്ട് കോടതിയിൽ. അവരെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉപദ്രവിച്ചതും അവരുടെ സാമ്പത്തികമായി ബന്ധപ്പെട്ടുള്ള കുറേ വിഷയങ്ങൾ അവർ കേസ് കൊടുത്തിട്ടുണ്ട്. അവരെ വിവാഹം ചെയ്തത് ലീഗലി ആണെന്ന് അവർ പറയുന്നുണ്ട്. ലീഗലി വിവാഹം ചെയ്ത് ഒരാളെ ഒഴിവാക്കുന്ന സമയത്ത് അവർക്ക് സ്വാഭാവികമായിട്ടും അവർ ജീവനാംശം കൊടുക്കണം എന്നുള്ളതുകൊണ്ട് ആയിരിക്കണം അവർ കേസിന് വേണ്ട. എനിക്ക് തോന്നുന്നില്ല അവർ അത്ര വലിയ സാമ്പത്തികമുള്ള കുടുംബത്തിലെ ഒരു സ്ത്രീയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഡോക്ടറാണ്, അത്യാവശ്യം വരുമാനം ഡോക്ടർ എന്നുള്ള അവർക്ക് മാത്രം കൊണ്ട് അവരുടെ ഫാമിലി എനിക്ക് അത്ര വലിയ ബാക്ക്ഗ്രൗണ്ടായിട്ട് തോന്നിയിട്ടില്ല. അങ്ങനെയാണ് കേട്ടിട്ടുള്ളത്, നമുക്ക് പേഴ്സണലി അറിയില്ല. പക്ഷേ ഈ ബാലയെ സംബന്ധിച്ചിടത്തോളം ബാല വലിയ സാമ്പത്തികം ഉള്ള കുടുംബത്തിലെയാണ് എന്ന് എല്ലാവർക്കും അറിയാം. ബാല തന്നെ എനിക്ക് 250, 300, 400 കോടിയുടെ ആസ്തിയുള്ളവനാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് പല യൂട്യൂബ് ചാനലുകളുടെ മുന്നിലും വലിയ വീരവാദങ്ങൾ മുഴക്കാറുണ്ട്. പക്ഷേ ഇവർ പറയുന്നത് പോലെയാണെങ്കിൽ കഴിഞ്ഞ തവണ വക്കീൽ ഇങ്ങനെയാണ് കോടതി പോയിട്ട് എനിക്ക് എൻ്റെ കക്ഷിക്ക് സാമ്പത്തികമില്ലാത്ത പാവപ്പെട്ടവനാണെന്ന് പറയാൻ പറ്റുക? ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഈ ജഡ്ജും അവിടെ കോടതിയിൽ ഇരിക്കുന്ന ആളുകളൊക്കെ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നതൊക്കെ തന്നെയാണ്. അപ്പം ബാലയ്ക്ക് ഇത്ര കോടിയുടെ ആസ്തി ഉണ്ട് എന്ന് ബാല തന്നെ വെളിപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ അറിയാം. ബാലയുടെ വീഡിയോ എടുത്ത് നടന്നിരുന്ന പല മാധ്യമപ്രവർത്തകർക്കും ബാല വലിയ വലിയ സമ്മാനങ്ങൾ സമ്മാനിച്ച ചരിത്രമൊക്കെ ഉണ്ട് ബാല. അതുകൊണ്ട് ബാല അത്ര സാമ്പത്തികം ഇല്ലാത്ത ഒരാളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോടതിയിൽ നിലനിൽക്കുന്ന ഒരു കാര്യമല്ല. പിന്നെ ഇവരുടെ കേസിൻ്റെ സ്ഥിതി എന്താണെന്ന് നമുക്കറിയില്ല. ഇപ്പം എലിസബത്ത് ഉദയൻ ആത്മഹത്യക്ക് ശ്രമിച്ചതിന് ശേഷം ബാലയ്ക്കെതിരെ വരുന്ന ആരോപണങ്ങളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആത്മഹത്യ ആ ഒരു ഘട്ടത്തിലാണ് എലിസബത്ത് ഉദയൻ പറയുന്നത്. തന്നെ ഈ കോടതി നേരത്തെ തന്നെ 2 പേർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, സോഷ്യൽ മീഡിയയിൽ ഈ വിഷയം ചർച്ചയാക്കരുത്, നിങ്ങൾ രണ്ടുപേരും ഈ നിങ്ങളുടെ വിവാഹത്തെക്കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ മറ്റു കാര്യങ്ങളെക്കുറിച്ചും പരസ്പരം പേരെടുത്ത് പറഞ്ഞിട്ടോ അങ്ങനെയൊന്നും നിങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ബാല കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയിൽ പോലും എൻ്റെ പേരും എന്നെക്കുറിച്ചും വളരെ മോശമായ രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്, എനിക്ക് വളരെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ബാലയുടെ പെരുമാറ്റം എന്ന് പറഞ്ഞിട്ടാണ് ഇവരിപ്പോൾ ആത്മഹത്യക്ക് ശ്രമിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇതിലിനി സംസ്ഥാന സർക്കാരിന് കേസ് രജിസ്റ്റർ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൊടുത്ത പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്യേണ്ടി വരും. അല്ലാതെ ഇവർ ആത്മഹത്യാ ശ്രമം ഇവർ അഹമ്മദാബാദിലാണ്, അവിടെ അവർ ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ തന്നെയാണ് ഇവർ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ തന്നെയാണ് ഇവർ ആത്മഹത്യക്ക് ശ്രമിച്ചതും. അപ്പോൾ ആത്മഹത്യാ ശ്രമം അവിടെ എങ്ങനെ കേസാക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ച് അറിയില്ല. പക്ഷേ ഇവിടെ ഇനിയിപ്പോൾ ഇത്രയും സെൻസേഷണലായിട്ട് മാധ്യമങ്ങളിലൊക്കെ വന്ന സ്ഥിതിക്ക് നേരത്തെ കൊടുത്ത പരാതിയിൽ സംസ്ഥാന സർക്കാർ പോലീസിന് നിർദ്ദേശം കൊടുക്കേണ്ടി വരും. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ആ പരാതിക്ക് ജെന്യൂൻ ആണെങ്കിൽ സംസ്ഥാന സർക്കാരിന് ഉറപ്പായിട്ടും പോലീസിന് നിർദ്ദേശം കൊടുക്കേണ്ടി വരും, കേസെടുക്കണം, അന്വേഷണം നടത്തണം എന്നുള്ളത്. എന്തായാലും ആത്മഹത്യ ഒന്നും ഒരു പരിഹാരമല്ല. ആത്മഹത്യ ഒന്നും പരിഹാരമല്ല. ഒരു സംസാരിക്കാൻ പറ്റുന്ന 2 മനസ്സുകളുണ്ടെങ്കിൽ അവരോട് സംസാരിച്ച് കഴിഞ്ഞാൽ ഈ ആത്മഹത്യ ടെൻഡൻസി പോകുന്നവരാണെങ്കിൽ പോട്ടെന്ന് വെക്കണം, എന്നിട്ട് സ്വതന്ത്രമായിട്ട് പുതിയ ജീവിതത്തിലേക്ക് കടക്കണം. ആരോഗ്യം നോക്കി സന്തോഷിച്ച് യാത്രകൾ ചെയ്ത് വായിച്ച് സംഗീതം കേട്ട് പാട്ടുപാടി അങ്ങനെയൊക്കെ പോവുക വേണ്ടത്. ഇതിനെ ഓവർകം ചെയ്യാണ് വേണ്ടത്. പരമാവധി ശ്രമിക്കണം. നമുക്ക് പറയാൻ എളുപ്പമാണെങ്കിലും ശരിക്കും അങ്ങനെ ആയിരിക്കില്ല. എങ്കിലും ആത്മഹത്യ അതിനൊരു പരിഹാരമല്ല എന്നുള്ളത് സുവ്യക്തമായിട്ടുള്ള കാര്യമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.